പിറ്റേന്ന് രാവിലെ ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ടാണ് കാശി കണ്ണുകൾ തുറന്നത്. പാറു, മോളെ, ദേ ആരോ വിളിക്കുന്നുണ്ട്, എഴുന്നേക്ക്. തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ തട്ടി വിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് എഴുന്നേറ്റു. ദേ ആരോ വിളിക്കുന്നുണ്ട്, അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ ഒന്ന് തുടച്ചിട്ട് ചെന്ന് വാതിൽ തുറന്നു. മുൻപിൽ നിൽക്കുന്ന നേഴ്സിനെ കണ്ടവൾ പുഞ്ചിരിച്ചു. അവർ തിരികെയും ചിരിച്ചു. രാവിലെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അവർ പറഞ്ഞതും അവൾ തലയാട്ടി. അവർ കാശിയുടെ അടുത്തേക്ക് ചെന്നു. ഇപ്പം എങ്ങനെയുണ്ട്? അവർ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ഈ കയ്യനക്കിപ്പോൾ പെയിൻ ഉണ്ട്, പിന്നെ തലയ്ക്കും എന്തോ ഭാരം പോലെ തോന്നുന്നു. അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു. അത് 2 ദിവസത്തേക്ക് കാണും. എന്തായാലും ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. കറക്റ്റ് സമയത്ത് ആ പയ്യന് ഇവിടെ കൊണ്ടെത്തിക്കാൻ തോന്നിയത് തന്നെ വലിയ കാര്യം. ആള് കുറച്ച് മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ചെയ്തത് നല്ലൊരു പ്രവൃത്തിയല്ലേ. ചിലരാണെങ്കിൽ തട്ടിയിട്ടിട്ട് അങ്ങ് പോകും, തിരിഞ്ഞു പോലും നോക്കില്ല. അവർ പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി. ഈ ഇഞ്ചക്ഷൻ എടുക്കട്ടെ, അവർ ചോദിച്ചതും അവൻ തലയാട്ടി. അവർ സിറിഞ്ചെടുത്ത് അവൻ്റെ കൈകളിലേക്ക് വെച്ചതും പാറു കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. അത് കണ്ട് കാശിക്ക് ചിരി വന്നു. കാശി മുൻപിലേക്ക് നോക്കി ചിരിക്കുന്നത് കണ്ടതും ആ നേഴ്സും അങ്ങോട്ടേക്ക് നോക്കി. ഇഞ്ചക്ഷൻ എടുക്കുന്നത് അവൻ്റെ കയ്യിലാണെങ്കിലും വേദന അവൾക്കുള്ളതുപോലെ ഭാവമായിരുന്നു അവളുടെ മുഖത്ത്. കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ച് ചുണ്ടുകൾ കടിച്ചുകൊണ്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുകയായിരുന്നു അവൾ. പെങ്ങൾക്ക് ഇഞ്ചക്ഷൻ നല്ല പേടിയാണെന്ന് തോന്നുന്നല്ലോ, ആ നേഴ്സ് ചിരിച്ചുകൊണ്ട് കാശിയോട് ചോദിച്ചു. അത് കേട്ടുകൊണ്ടാണ് പാറു കണ്ണു തുറന്ന് നോക്കിയത്. പെങ്ങളല്ല, എൻ്റെ ഭാര്യ അവള്, കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആ നേഴ്സ് അന്തം വിട്ട് പാറുവിനെ നോക്കി. പിന്നെ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവർ നോക്കുന്നത് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു. നിങ്ങളെ രണ്ടുപേരെയും കണ്ട ഏട്ടനും കുഞ്ഞിപ്പെങ്ങളും ആണെന്നേ പറയുള്ളൂ, ഭാര്യയും ഭർത്താവും ആണെന്ന് പറയേയില്ല. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു. ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം കേട്ടോ, പിന്നെ രാവിലത്തെ ഫുഡും വാങ്ങണം, അത് ക്യാൻറ്റീനിൽ കിട്ടും, നേഴ്സ് അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. നേഴ്സ് പോയതും അവൾ കാശിയുടെ അടുത്തേക്ക് ചെന്നു. കാശിയേട്ടാ, പൈസ എടുത്തുക, ഞാൻ പോയി മരുന്നും ഫുഡും വാങ്ങിയിട്ട് വരാം. അത് അനന്തം വന്നിട്ട് അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം, നീ പോണ്ട, നിനക്കതൊന്നും അറിയില്ലല്ലോ. അതൊന്നും സാരമില്ല കാശിയേട്ടാ, ഞാൻ തന്നെ പൊയ്ക്കോളാം, എടുത്തു താ. ലച്ചുവേച്ചി ഏട്ടനും ഇനി എപ്പോൾ വന്നിട്ടാ? ഈ ഗുളികയൊക്കെ രാവിലെ കഴിക്കേണ്ടതാ, എടുത്തു താ, അവൾ പറഞ്ഞു. പറയുന്നത് കേൾക്ക് പാറു, നീ ഒറ്റയ്ക്ക് പോണ്ടാന്ന് പറഞ്ഞില്ലേ? അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. കാശിയേട്ടാ, ഞാൻ കാശിയേട്ടൻ്റെ ഭാര്യയല്ലേ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഏട്ടാ ഇത്, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. പാറു, അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ മുഖം വീർപ്പിച്ചു. പിന്നെ ദേഷ്യത്തോടെ ബാത്റൂമിലേക്ക് കയറി മുഖമൊന്ന് കഴുകി ഇറങ്ങി വന്നു. അവൻ്റെ പേഴ്സ് ടേബിളിൽ ഇരിപ്പുണ്ടായി. അവൾ അതും കയ്യിലെടുത്ത് വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. പാറു, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. മിണ്ടാതെ അവിടെ കിടക്ക്, ഞാൻ പോയിട്ട് വരാം. അവൾ കണ്ണുരുട്ടി പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നിറങ്ങി. അവൾ അവിടെ നിന്നൊരു സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ട് ഫാർമസിയിലേക്ക് നടന്നു. അവിടെ പോയി മരുന്നിൻ്റെ പേപ്പർ കാണിച്ച് അവൾ മരുന്നുകൾ വാങ്ങിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി ക്യാൻറ്റീൻ എവിടെയാണെന്ന് തപ്പി നോക്കി. അവൾ സംശയത്തോടെ നിൽക്കുന്നത് കണ്ടതും ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ നോക്കുന്നത്? അയാൾ സംശയത്തോട് ചോദിച്ചു. അങ്കിൾ, ക്യാൻറ്റീൻ എവിടെയാ? അവൾ തിരികെ ചോദിച്ചു. നേരെ പോയിട്ട് വലത്തോട്ട്, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു. താങ്ക്സ് അങ്കിൾ, അവൾ അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞ വഴിയിലേക്ക് പോയി. ക്യാൻറ്റീനിൽ ചെന്ന് അവന് കഴിക്കാനുള്ള ഫുഡ് വാങ്ങി അവൾ തിരികെ വന്നപ്പോൾ അവൾക്ക് തിരികെ പോകാനുള്ള വഴി ആകെ ഡൗട്ടായി. അവൾ നേരെ മുൻപിൽ കണ്ട റിസപ്ഷനിലേക്ക് നടന്നു. ചേച്ചി, ഈ 503 റൂം എങ്ങോട്ടാ പോകണ്ടേ? അവൾ അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് സംശയത്തോട് ചോദിച്ചു. അവർ വഴി പറഞ്ഞു കൊടുത്തതും അവൾ അവർക്ക് നന്ദി പറഞ്ഞ് അവർ പറഞ്ഞു കൊടുത്ത വഴിയിലേക്ക് നടന്നു. അവൾ കാശി കിടന്ന റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും കാശിയുടെ മുഖമാണെങ്കിൽ കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുകയായിരുന്നു. അത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ പേഴ്സ് എടുത്ത് തിരികെ ടേബിളിലേക്ക് വെച്ചിട്ട് അവൾ ഫുഡിൻ്റെ പൊതി അഴിക്കാൻ തുടങ്ങി. നല്ല ചൂട് മസാല ദോശയായിരുന്നു. അവൾ അതിൽ നിന്നും കുറച്ചെടുത്ത് ചമ്മന്തിയിലും സാമ്പാറിലും മുക്കി അവന് നേരെ നീട്ടി. എനിക്ക് വേണ്ട, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പം എന്തിനാ ദേഷ്യം കാണിക്കുന്നേ? ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നില്ലേ, പിന്നെന്താ? അവൾ തിരികെ അവനോട് ചോദിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞതാണോ ഒറ്റയ്ക്ക് പോകരുതെന്ന്? എന്നിട്ട് എൻ്റെ വാക്ക് അനുസരിക്കാതെ ഇറങ്ങിപ്പോയതല്ലേ നീ? ഞാൻ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണോ നിനക്ക് എന്നെ പേടിയില്ലാത്തത്? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പറഞ്ഞാൽ ഒരു വക അനുസരിക്കില്ല, എനിക്ക് പേടിയായതുകൊണ്ടല്ലേ നീ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്താ, അനന്തം വന്നിട്ട് അവൻ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നല്ലോ. അവൻ വീണ്ടും വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ കാശിയേട്ടൻ്റെ ഭാര്യ, കാശിയേട്ടൻ ഇങ്ങനെ കിടക്കുമ്പോൾ കാശിയേട്ടനെ നോക്കേണ്ടത് ഞാനാ. അവളും തിരികെ വാശിയോടെ പറഞ്ഞു. അത് കേട്ട് കാശി ഞെട്ടി. ഇന്നലെ വരെ കുഞ്ഞിനെ പോലെ തന്നെ അടുത്ത് നിന്നവൾ, തന്നോട് കൊഞ്ചിയവൾ, തനിക്കൊരു വയ്യായിക വന്നപ്പോൾ ഒരു ഭാര്യയെപ്പോലെ എല്ലാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി. മുഖം കഴിക്കുകയോ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അവനില്ലെന്ന് ചുമലനക്കി. എങ്കിൽ വഴുന്നേക്ക്, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ? മുഖമൊക്കെ കഴുകിയിട്ട് വാ, ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട, അവൻ പറയുന്നത് കേൾക്കാതെ പോയതിൻ്റെ പിണക്കത്തോടെ അവൻ പറഞ്ഞു. ദേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, എഴുന്നേറ്റേ.
അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവൻ പതിയെ ബാത്റൂമിലേക്ക് നടന്നു. കാലിന് ചെറിയൊരു വേദനയുണ്ടായിരുന്നു അവന്. ഇടയ്ക്കൊന്ന് ഇടറിപ്പോയെങ്കിലും അവൾ ഓടിച്ചെന്ന് അവനെ പിടിച്ചു. അവൻ ബാലൻസ് ചെയ്ത് നിന്നു. ചെല്ല്, പോയിട്ട് വാ, അവൾ പറഞ്ഞതും അവൻ അനുസരണയുള്ള കുട്ടിയെപ്പോലെ തലയാട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി. പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി ഇറങ്ങി. അവൻ പോയി കട്ടിലിലേക്ക് മുഖവും വീർപ്പിച്ചിരുന്നതും അവളും ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അതിനടുത്തായിട്ട് തന്നെയായിരുന്നു ടേബിളും ഉണ്ടായിരുന്നത്. അവൾ അതിന് മുകളിൽ വെച്ചിരുന്ന പൊതിയിൽ നിന്നും കുറച്ചെടുത്ത് അവന് നേരെ നീട്ടി. അവനാണെങ്കിൽ വാ തുറക്കാതെ ഇരുന്നു. കഴിക്കുക കാശിയേട്ടാ, അവൾ പറഞ്ഞതും അവൻ വാ തുറന്നു. അവൾ അതെടുത്ത് അവന് നേരെ നീട്ടി. നീ കഴിക്ക്. എനിക്കിപ്പോൾ വേണ്ട, ഏട്ടൻ കഴിക്ക്, ഗുളിക കഴിക്കേണ്ടതല്ലേ. നീ കഴിക്കാമെങ്കിൽ ഞാനും കഴിക്കാം, എനിക്ക് ഒറ്റയ്ക്ക് വേണ്ട, അവൻ പറഞ്ഞതും അവൾ മുഖം ചുളുക്കിക്കൊണ്ട് അത് വായിലേക്ക് വെച്ചു. അങ്ങനെ അവളും അവനും കൂടി ചേർന്ന് അത് മുഴുവൻ കഴിച്ചു. നിനക്ക് എവിടുന്നാ പാറു ഇത്ര പെട്ടെന്ന് ഇത്ര ധൈര്യം കിട്ടിയത്? ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞതും കാശി സംശയത്തോടെ അവളോട് ചോദിച്ചു. കാശിയേട്ടന് ഒരാവശ്യം വരുമ്പോൾ പിന്നെ ഞാനല്ലാതെ വേറെ ആരാ ഇതൊക്കെ ചെയ്യുന്നത്? അനന്തേട്ടൻ ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ചില്ലേ? ഇനി പഴയതുപോലെ കാശിയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാൻ പറ്റുമോ? ഞാൻ കാശിയേട്ടൻ്റെ ഭാര്യയല്ലേ. എൻ്റെ അച്ഛയ്ക്ക് വയ്യാതാകുമ്പോൾ അമ്മയല്ലേ എല്ലാം നോക്കിയിരുന്നത്. അതുപോലെ കാശിയേട്ടന് വയ്യാതാകുമ്പോൾ കാശിയേട്ടനെ നോക്കേണ്ടത് ഞാനാ. എനിക്ക് വയ്യാതാകുമ്പോൾ ഏട്ടൻ എന്നെ നോക്കിക്കോ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കാശി അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി. അവൾ എന്താണെന്ന് പുരികം പൊക്കി. അവനൊന്നുമില്ലെന്ന് ചുമലനക്കിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. കാശിയേട്ടാ, അവൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ തല ഉയർത്തി അവനെ നോക്കി വിളിച്ചു. എന്താടി? അവൻ സംശയത്തോടെ ചോദിച്ചു. മറ്റന്നാൾ എൻട്രൻസ് എക്സാം അല്ലേ, ഈസി ആയിരിക്കുമോ കാശിയേട്ടാ? എനിക്ക് എൻട്രൻസ് കിട്ടുമോ? അവൾ സംശയത്തോടെ അവനെ നോക്കി. നീ ഒരുവിധം എല്ലാം പഠിച്ചു വെച്ചിട്ടില്ലേ, ഇനി ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ പോരെ? നമ്മൾ വൈകിട്ട് വീട്ടിലേക്ക് പോവല്ലോ, പിന്നെ നാളെ ഒരു ദിവസം ഫുള്ളുണ്ട്, ഞാൻ സഹായിക്കാം, പോരെ? അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. കാശിയേട്ടന് വയ്യല്ലോ, അപ്പോൾ എങ്ങനെയാ ഞാൻ മറ്റന്നാൾ പോന്നേ? അവൾ സംശയത്തോട് ചോദിച്ചു. അതാനന്ദ നിന്നെ കൊണ്ടുപോയിക്കോളും, അവൻ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു. കാശിയേട്ടാ, എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണ്ടേ? പോണം, ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് പാറു. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ, അഡ്വക്കേറ്റാ. ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിന്റെ എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുക്കാൻ. നിന്റെ അച്ഛനും അമ്മയും മരിച്ചതിൽ നിനക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട്. കാശി പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. നമുക്ക് കണ്ടുപിടിക്കാം പാറു, അതിൽ ആർക്കെങ്കിലുമൊക്കെ പങ്കുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം, പോരെ? അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. കുറച്ചു കഴിഞ്ഞതും അനന്തനും ലച്ചുവും കൂടി അവരുടെ മുറിയിലേക്ക് കയറി വന്നു. എങ്ങനെയുണ്ട് കാശി, ഇപ്പോൾ നിനക്ക് വേദനയൊക്കെ കുറവുണ്ടോ? അനന്തൻ അവൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ലടാ, ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് വേദനയൊന്ന് കുറയും, പിന്നെ അതിൻ്റെ എഫക്റ്റ് മാറുമ്പോൾ വേദന തോന്നും, കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ തന്നെ ആയിരിക്കൂടാ, അനന്തൻ പറഞ്ഞതും കാശി ആണെന്ന് തലയാട്ടി. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ ദേ അപ്പവും മുട്ടക്കറിയും കൊണ്ടുവന്നിട്ടുണ്ട്, എടുക്കട്ടെ? ലച്ചു ചോദിച്ചു. ഞങ്ങൾ കഴിച്ചു ചേച്ചി, കാശിയേട്ടന് മരുന്ന് കഴിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയി മസാലദോശ വാങ്ങിക്കൊണ്ടു വന്നു, അത് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു, പാറു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആര് പോയി വാങ്ങിക്കൊണ്ടു വന്നു? അനന്തൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. ഞാൻ തന്നെ, പാറു മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. നീയോ? നീ പോയി വാങ്ങിക്കൊണ്ടു വന്നോ? എവിടുന്ന്? അവൻ വീണ്ടും ചിരിച്ചു. അതെന്താ, ഞാൻ ചെന്ന് മസാലദോശ ചോദിച്ചാൽ അവരെനിക്ക് തരില്ലേ? ഞാൻ ക്യാൻറ്റീനിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു, അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും ചിരിച്ചു. സത്യമാണോ കാശി? ഇവളാണോ പോയി വാങ്ങിക്കൊണ്ട് വന്നത്, അതോ വയ്യാതെ കിടക്കുന്ന നിന്നെയും കൂടെ കൊണ്ടുപോയോ? അനന്തൻ വീണ്ടും തമാശയോടെ അവനോട് ചോദിച്ചു. അല്ലടാ, എൻ്റെ കുഞ്ഞ് തന്നെ പോയി വാങ്ങിക്കൊണ്ട് വന്നതാ. ശരിക്കും ഞാൻ വരെ അത്ഭുതപ്പെട്ടു പോയി. ഫാർമസി പോയി മരുന്നും ക്യാൻറ്റീനിൽ പോയി ആഹാരവും അവൾ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ പോകണ്ടെന്ന് ആവത് പറഞ്ഞതാ, നിങ്ങൾ വന്നിട്ട് നിന്നെ വിടാമെന്ന് കരുതി. അപ്പോൾ അവൾക്ക് വാശി, അവൾക്ക് തന്നെ എൻ്റെ എല്ലാ കാര്യവും ചെയ്യണമെന്ന്. ഭർത്താക്കന്മാരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഭാര്യയാണെന്ന ക്ലാസ്സും എനിക്ക് അവൾ എടുത്തു തന്നു. പിന്നെ ഞാൻ എന്ത് പറയാനാ? കാശി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഇത്രയും ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടായിരുന്നോ? ലച്ചു അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ കുറുമ്പോടെ ലച്ചുവിനെ നോക്കി. കേട്ടോ കാശിയേട്ടാ, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് പാല് തിളച്ച് വരുന്നത് നോക്കി ഇരിക്കായിരുന്നു കൊച്ച്. ഞാൻ ചോദിച്ചപ്പോൾ പറയാ, കാശിയേട്ടൻ പറഞ്ഞെന്ന് ഒരു തിള വരുമ്പോൾ ഓഫ് ചെയ്യണമെന്ന്. അതുപോലും അറിയാത്തോളാ ഇന്ന് കാശിയേട്ടന് വേണ്ടിയിട്ട് ആഹാരവും മരുന്നും വാങ്ങാൻ പോയത്. ലച്ചു ചിരിച്ചു. അതാ എനിക്ക് സംശയം, ഇവള് കുഞ്ഞുങ്ങളെപ്പോലെ ഇനി അഭിനയിക്കുവാണോ, അതോ ഇവൻ ആക്സിഡൻ്റ് ആയപ്പോൾ കാര്യപ്രാപ്തി വന്നതാണോ? അനന്തൻ അവളെ നോക്കി ചോദിച്ചു. എന്തായാലും കാശിയേട്ടന് ആക്സിഡൻറ്റ് സംഭവിച്ചതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, ലച്ചു പറഞ്ഞതും അവർ മൂന്നുപേരും എന്താണെന്നുള്ള രീതിയിൽ അവളെ നോക്കി. അതുകൊണ്ടാണല്ലോ ഇവക്കിപ്പോൾ കാര്യപ്രാപ്തി വന്നത്, ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പാറു അവളെ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് നോക്കി. അനന്തനും കാശി അത് കണ്ട് ചിരിച്ചു. ലച്ചു അവളെ കളിയാക്കുകയാണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. കാശിയേട്ടൻ ഇതൊന്നും മാറിക്കോട്ടെ, കാശിയേട്ടനൊന്ന് എഴുന്നേറ്റ് നടക്കട്ടെ, അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ കാശിയേട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണാകും അല്ലേ കാശിയേട്ടാ? അവൾ കാശിയെ നോക്കി ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്തിനാ കാശിയേട്ടാ ചിരിക്കുന്നേ? അവൾ കുറുമ്പോടെ ചോദിച്ചു. നീ ഇനി എന്തൊക്കെ കാണിച്ചാലും
അന്നും ഇന്നും നീ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് തന്നെയാടി. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. കാശിയേട്ടാ, ഞാൻ കഴിക്കാൻ എടുക്കട്ടെ? നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ അപ്പവും മുട്ടക്കറിയും. എടുക്കട്ടെ കാശിയേട്ടാ? ലച്ചു അവനെ നോക്കി ചോദിച്ചു. അതേടാ, രാവിലെ എഴുന്നേറ്റ് അവൾ ഉച്ചക്കലത്തേക്ക് ചോറും പൊതിഞ്ഞു. രാവിലത്തെ ഉണ്ടാക്കി. അനന്തം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? എന്തായാലും മോള് രാവിലെ എഴുന്നേറ്റുണ്ടാക്കിയതല്ലേ, എടുത്തോ, നമുക്ക് എല്ലാവർക്കും കൂടി കഴിച്ചു തീർക്കാം. കാശി പറഞ്ഞതും ലച്ചു ചിരിച്ചുകൊണ്ട് അവൾ കൊണ്ടുവന്ന പൊതിയഴിച്ച് ആഹാരം എടുക്കാൻ തുടങ്ങി. അതൊക്കെ ഇരിക്കട്ടെ, ഇന്നലെ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് പോയിട്ട് ഫസ്റ്റ് നൈറ്റ് ഒക്കെ നല്ലതായിട്ട് ആഘോഷിച്ചോ? കാശി അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. പന്നെ പറട്ടെ, പോയി ആക്സിഡന്റ് ഉണ്ടാക്കി ഇവിടെ വന്ന് കിടന്നതും പോരാ ഞങ്ങൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചോന്ന്. നീ ഇങ്ങനെ ഇവിടെ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുമ്പോൾ എങ്ങനെയാടാ ഞാൻ സമാധാനത്തോടെ ആഘോഷിക്കേണ്ടത്? അനന്തം കപട ദേഷ്യത്തോട് ചോദിച്ചതും കാശി ചിരിച്ചു കാണിച്ചു.